ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എമ്പുരാൻ, നമ്മൾ കുറച്ച് കാലമായി എമ്പുരാനെ കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ട് മാർക്കോ തരംഗം ഇങ്ങനെ അലയടിക്കായതുകൊണ്ടാണ്. എന്നാൽ എമ്പുരാൻ എന്ന് പറഞ്ഞ സിനിമ ഞാൻ എന്താ പറയാ, നമ്മള് ഇതുവരെ മലയാളത്തിൽ ഇറങ്ങിയ സിനിമകളിൽ വെച്ചിട്ട് ഇത്ര ആന്റിസിപ്പേറ്റ് ചെയ്യുന്ന, ഇത്ര ആൾക്കാർ വെയിറ്റ് ചെയ്തിരുന്ന, എക്സ്പെക്ട് ചെയ്തിരിക്കുന്ന ഒരു മൂവി വേറെ ഇല്ല. ഇന്നേ വരെ മലയാളത്തിൽ ഇറങ്ങിയിട്ടില്ല. ലാലേട്ടൻ ഫാൻസ് മാത്രമല്ല, നമ്മളെ മലയാളം ഇൻഡസ്ട്രി മൊത്തം കാത്തിരിക്കുകയാണ് പൃഥ്വിരാജിന്റെ ക്രാഫ്റ്റ്മാൻഷിപ്പ്. ലാലേട്ടന്റെ സ്റ്റീഫൻ നെടുമ്പള്ളി, എബ്രാം ഖുറേഷി, അതിന്റെ ഓരോ അപ്ഡേറ്റ്സ് വരുമ്പോൾ നമ്മൾ വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത്. കാരണം എന്താ വെച്ചാൽ നമുക്ക് അതിന്റെ റിലീസ് ഡേറ്റ് അറിയാം. മാർച്ച് 22 റിലീസ് ചെയ്യാൻ പോകുന്ന സിനിമ 1-2 മാസം മാത്രമേ ഉള്ളൂ. ആ വെയിറ്റ് ഈസ് ഓവർ ആണ്. കാരണം ഞാൻ എത്രത്തോളം കാണാൻ ആഗ്രഹിച്ച ഒരു മൂവി ഇന്നേ വരെ എന്റെ ഒരു ഇതിലുണ്ടായിട്ടില്ല. സോ ഏത് സിനിമനെ പറ്റി സംസാരിച്ചാലും, ഏത് മറ്റു സിനിമകളിലേക്ക് നമ്മളെ ഇത് പോയാലും, എമ്പുരാൻ എന്ന് പറഞ്ഞാൽ അത് അവിടെ ഇങ്ങനെ ഇപ്പോഴും ആ ലെവലിൽ നിൽക്കുകയാണ്. കാരണം ഇപ്പൊ മാർക്കോ ഉണ്ടാക്കിയ റോളുണ്ടല്ലോ, മലയാള സിനിമനെ വേറെ ലെവലിൽ എത്തിച്ചു. ഉണ്ണി മുകുന്ദർ എന്ന സൂപ്പർ പാൻ ഇന്ത്യൻ സ്റ്റാർ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നിൽക്കുമ്പോഴും എമ്പുരാൻ വന്നു കഴിയുമ്പോൾ ഇനി എന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത്. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ കേൾക്കുന്ന ഇന്റർവ്യൂസിലും പലതിലും കാണുന്ന റിപ്പോർട്ടുകളും വാർത്തകളൊക്കെ വെച്ച് നോക്കുമ്പോൾ, അതിൽ അഭിനയിച്ച ആക്ടേഴ്സ് എന്ന് പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ, പൃഥ്വിരാജ് ഒരുക്കിയത്, കാരണം ഷൂട്ടിംഗ് കഴിഞ്ഞു, പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കിലാണ്, പൃഥ്വിരാജ് ചെയ്തു വെച്ചിരിക്കുന്നത് ഇന്ത്യയിൽ ഇന്ന് വരെ ഇറങ്ങിയതിൽ വെച്ച് ഒരു വലിയ മൂവി ആണെന്നാണ് എന്റെ സൂചനകളാണ് എനിക്ക് കിട്ടുന്നത്. കാരണം സുരാജ് പറഞ്ഞതാവട്ടെ, ടോവിനോ പറയുന്നതാവട്ടെ, അല്ലെങ്കിൽ അതിൽ അഭിനയിച്ച ബൈജു പോലത്തെ അതിൽ അഭിനയിച്ച ഓരോ ആക്ടേഴ്സും പറഞ്ഞു വെക്കുന്നത് അത്തരത്തിലുള്ള കാര്യങ്ങളാണ്. പൃഥ്വിരാജിന്റെ ആ ക്രാഫ്റ്റ്മാനെ കുറിച്ചും ആ ഡയറക്ഷനെ കുറിച്ചുമാണ്, അദ്ദേഹത്തിന്റെ പൊട്ടൻഷ്യലിനെ കുറിച്ചും ഇവരെല്ലാവരും സംസാരിക്കുന്നുണ്ട്. ബാക്കി നമ്മളെ ലാലേട്ടനെ കുറിച്ചും ബാക്കിയുള്ള കാര്യങ്ങളൊന്നല്ല. അതിനപ്പുറം പൃഥ്വിരാജ് എന്ന് പറഞ്ഞ ഡയറക്ടർ, അതാണ് എല്ലാവർക്കും വാദവരാതെ സംസാരിക്കാനുള്ളത്. അത് തന്നെയാണ് ഈ എമ്പുരാൻ എന്ന് പറഞ്ഞ സിനിമയെ കുറിച്ച് നമുക്ക് ഉള്ള ഏറ്റവും വലിയ പ്രതീക്ഷ. ഒരു തരത്തിലുള്ള പ്രൊമോഷനും പൃഥ്വിരാജിന്റെ വായിൽ നമ്മൾ കേട്ടിട്ടില്ല. കാരണം അദ്ദേഹം അത് അങ്ങനെ വെക്കുന്നതിന് വലിയ കാരണങ്ങളുണ്ട്. കാരണം അതാണ് ഏറ്റവും നല്ലത് ഏതൊരു സിനിമയ്ക്കും. എന്നാല് ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ, എത്ര നമ്മൾ പ്രതീക്ഷിച്ചാലും ഈ സിനിമ അതിന് മുകളിലായിരിക്കും എന്നുള്ള ഒരു ഓവർ കോൺഫിഡൻറ്റ് ഈ സിനിമയ്ക്ക് ഉണ്ട് നമുക്ക്. സോ അത് അങ്ങനെ തന്നെ ആവും. പിന്നെ റീസെന്റ് ഇപ്പൊ വന്നിരിക്കുന്നത് വേറെ ഒന്നുമല്ല. അതിന്റെ ഒരു അപ്ഡേറ്റ് ആയിട്ട് നമുക്ക് പറയാനുള്ളത്, ലാലേട്ടൻ ഡബ്ബിങ് കഴിഞ്ഞു. പൃഥ്വിരാജ് ഒരു സ്റ്റോറി ഇട്ടിരുന്നു ഇൻസ്റ്റഗ്രാമിൽ, ലാലേട്ടൻ ഡബ്ബിങ് എന്നൊക്കെ പറഞ്ഞിട്ട് ലാലേട്ടന്റെ പോർഷൻ കഴിഞ്ഞു. സോ എനിക്ക് തോന്നുന്നു ഏറ്റവും അവസാനം ഡബ്ബ് ചെയ്ത് ലാലേട്ടൻ ആയിരിക്കാം. സുരാജ് അദ്ദേഹത്തിന് മുന്നത്തെ ഇന്റർവ്യൂവിൽ സംസാരിച്ചത് അദ്ദേഹത്തിന്റെ ഡബ്ബിങ് കഴിഞ്ഞു. അങ്ങനെ ഒരുപാട് പേരെ ഡബ്ബിങ് കഴിഞ്ഞത് അവർ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്. സോ മേ ബി അവസാനം, കാരണം ഇനി അധികം ടൈമും ഇല്ല. അതിന്റെ ഓരോ ഫൈനൽ എഡിറ്റിലേക്കും കാര്യങ്ങളിലേക്കും ഈ ടീസർ, ട്രെയിലർ എന്നൊക്കെ പറഞ്ഞ് ഇറക്കാനൊക്കെ ഉള്ള സമയമായി. കാരണം മാർച്ച് 27 സിനിമ റിലീസ് ആവല്ലേ. സോ എന്താ ലാലേട്ടന്റെ ഡബ്ബിങ് കഴിഞ്ഞു. കാരണം ക്ലാസ്സായ മാസായ ഒരുപാട് ഡയലോഗുകൾ ഉണ്ടെന്ന് ഇങ്ങനെ കേൾക്കുന്ന അവിടെ ഇടയ്ക്കായിട്ട് ഉറപ്പായിട്ടും ഉണ്ടാവും. കാച്ചിക്കുറിക്ക ഡയലോഗ്സ് പോലെ അധികം സംസാരിക്കാതെ പറയുന്നതെല്ലാം മാസായിട്ടുള്ള ഡയലോഗ്സ് ആയിരിക്കും എമ്പുരാനിൽ നിന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എനിക്ക് ഈ സിനിമ എന്ന് പറഞ്ഞതില് നമ്മുടെ ലാലേട്ടനോടുള്ള ആരാധന, അതിന്റെ അപ്പുറം ലൂസിഫർ എന്ന് പറഞ്ഞ സിനിമ 2ാം ഭാഗം, അതിനൊക്കെ അപ്പുറം എനിക്ക് സിനിമ എന്ന് പറഞ്ഞാല് നമ്മുടെ മലയാളത്തിൽ നിന്ന്, കാരണം അപ്രതീക്ഷിതമായിട്ട് നമുക്കൊരു മാർക്കോ കിട്ടി, അതുണ്ട്. എന്നാൽ ഞാൻ എത്രയോ വർഷങ്ങളായിട്ട് ഇതിന്റെ എമ്പുരാൻ അറിയുമ്പോൾ മുതൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു കാര്യമുണ്ട്. കാരണം മലയാളത്തിൽ നമ്മൾ ഇന്ത്യൻ ഇൻഡസ്ട്രിയിലേക്ക് കൊടുക്കുന്ന ഒരു സംഭവമായിട്ടാണ് അന്ന് മുതലേ ഞാൻ ചിന്തിച്ചത്. അത് ഇപ്പോഴും ഞാനത് പ്രതീക്ഷിക്കുന്നു, എക്സ്പെക്ട് ചെയ്യുന്നു. നമ്മൾ മലയാളത്തിൽ നിന്ന് ഇന്ത്യൻ സിനിമയ്ക്ക് കൊടുക്കുന്ന ഒരു ഗംഭീര പ്രൊഡക്റ്റ് ആയിരിക്കും എമ്പുരാൻ. ഒരുപാട് സർപ്രൈസുകളുള്ള, ഒരുപാട് കാര്യങ്ങളുള്ള, ഞാൻ ഇടയ്ക്ക് വിചാരിക്കും ആ സിനിമയുടെ ട്രെയിലർ പോലും ഇറങ്ങരുതെന്ന് ഞാൻ പേഴ്സണലി ചിന്തിക്കും. കാരണം അത്രയ്ക്ക് ആ സിനിമ ഉണ്ടെങ്കിൽ നമ്മള് വാവ് എന്ന് പറഞ്ഞാൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നതിന്റെ അപ്പുറമായ അതിൽ ഓരോ ഫ്രെയിമുകൾ അങ്ങനെ ആണെങ്കിൽ അതിന്റെ ഒരു ട്രെയിലർ പോലും നമ്മൾ കാണാതെ നമ്മൾ തിയേറ്ററിൽ പോയിട്ട് അത് എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. ഏതായാലും ജനുവരി പകുതി ആകാറായി. ഇനിയിപ്പം അതിന്റെ പുതിയ അപ്ഡേറ്റ്സുകൾ, ക്യാരക്ടർ പോസ്റ്റേഴ്സ് ആണെങ്കിലും ടീസർ ആണെങ്കിലും ഒക്കെ വരേണ്ട സമയമായിട്ടുണ്ട്. സോ ഉടനെ തന്നെ പലതും നമുക്ക് പ്രതീക്ഷിക്കാം. ഇപ്പൊ നമുക്ക് കിട്ടിയേക്കുമെന്ന് എല്ലാവരും ഡബ്ബിങ്ങും പൂർത്തിയായി എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനിയിപ്പോ കുറച്ച് കാലത്തേക്ക് അങ്ങോട്ട് യൂട്യൂബർമാർക്ക് പോലും ആഘോഷിക്കാനുള്ള സംഭവമാണ് ഈ എമ്പുരാൻ എന്ന് പറഞ്ഞ സിനിമ. അതിന്റെ ഓരോ അപ്ഡേറ്റ്സും അതിന്റെ റിലീസും അതിന് ശേഷമുള്ള കാര്യങ്ങളൊക്കെ. സോ നമുക്ക് വെയിറ്റ് ചെയ്യാം. നമ്മൾ പ്രതീക്ഷിച്ച പോലെ, പ്രതീക്ഷയുടെ മുകളില് നമ്മളെ ബാഹുബലി ജനിച്ച പോലെ, അല്ലെങ്കിൽ KGF ഉണ്ടായ പോലെ ആ ഇൻഡസ്ട്രിയിൽ നിന്ന് നമ്മളെ മലയാളത്തിൽ നിന്ന് നമ്മൾ ഇന്ത്യൻ സിനിമയ്ക്ക് കൊടുക്കുന്ന ഒരു സംഭവം ആയിരിക്കും അത്. പൃഥ്വിരാജിനോടുള്ള എല്ലാ പ്രതീക്ഷയും എല്ലാ വിശ്വാസവുമാണ് നമുക്കതിലുള്ളത്. സോ നമുക്ക് അടുത്ത അപ്ഡേറ്റിനായിട്ട് വെയിറ്റ് ചെയ്യാം. അതുവരേക്കും ബൈ.